പ്രിയമുള്ളവരെ, ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഞാൻ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ കുറച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാം. എന്നെ സ്നേഹിക്കുന്ന, എന്നെ ബഹുമാനിക്കുന്ന, എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം സുഹൃത്തുക്കളെ ഈ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുണ്ട്. കാരണം ഞാനിന്ന് അറിയാലോ, സായം സന്ധ്യയിലാണ്. ജീവിതം ഏകദേശം മുക്കാൽ ഭാഗവും കഴിഞ്ഞു, യൗവനം കഴിഞ്ഞു, വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് സമയം നമുക്കറിയില്ല, ഈ തീരത്ത് സായം സന്ധ്യ വരാറായി കഴിയും. അത് വ്യക്തമായ ധാരണ എനിക്കുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ യൗവനകാലം മുഴുവനും ജോലിയിലായിരുന്നു. കാരണം പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ എനിക്ക് ലഭിച്ചിട്ടുള്ളൂ. ആരെയും കുറ്റം പറയുന്നില്ല. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു, ദാരിദ്ര്യത്തിൻ്റെ ഒരു കാലഘട്ടം. പിന്നെ എൻ്റെ കുടുംബ പശ്ചാത്തലം അത്ര വലിയ ആൾക്കാരൊന്നുമല്ല, വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായി ചെയ്ത തൊഴിൽ നെയ്ത്ത്, തുണി ഉണ്ടാക്കുക എന്നതാണ്. കബീർദാസിൻ്റെ, മഹാനായ കവി കബീർദാസിൻ്റെ അദ്ദേഹം ചെയ്ത തൊഴിലാണ് കൈത്തറി. അങ്ങനെ ഞാൻ ധാരാളം കൈത്തറി വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കൊച്ചു യുവത്വത്തെ ആത്മാർത്ഥമായി ചെയ്തതാണ്. അതിൽ നിന്നൊക്കെ മോചനം നേടി അങ്ങനെ ധാരാളം പ്രവൃത്തികളിലൂടെ കടന്നു വന്നു. അങ്ങനെയൊക്കെ എങ്ങനെയാണ് ഓഷോയിലെത്തുന്ന ഞാൻ അവിടെ എത്താം. അങ്ങനെ പിന്നീട് എൻ്റെ യാത്രയിൽ ഞാൻ ആശ്രമങ്ങളിൽ എത്തിച്ചേർന്നു. ഏതെല്ലോ കാരണത്താൽ, ആർക്കോ പ്രേരണ കൊണ്ടും യാത്രാമധ്യയുള്ള കൂടിക്കാഴ്ചകൾ കൊണ്ടൊക്കെ ആശ്രമങ്ങൾ സങ്കേതങ്ങളിലെത്തി. അങ്ങനെ അവിടെയുള്ള ഗുരുക്കന്മാരും അവരുടെ ജീവിതവും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറേയൊക്കെ എന്നെ സ്വാധീനിച്ചു. കുറേയൊക്കെ ആ കാര്യമായിട്ട് യോജിച്ചു പോവാതെ തരമില്ലാതായി. അങ്ങനെ അവിടെ നിന്നൊക്കെ മുക്തി നേടി. അങ്ങനെ കുറച്ച് സന്യാസി ശ്രേഷ്ഠന്മാരുടെ സന്യാസ ദീക്ഷയും സ്വീകരിച്ചു. ജീവിതയാത്രയില്ലേ, ഇതൊക്കെ വിവാഹത്തിന് മുമ്പായിരുന്നു. അന്ന് അറിയില്ലല്ലോ, ഇതിൻ്റെ ഒന്നും വാല്യൂസ് ഒന്നും അറിയില്ല. ആ ബോധാവസ്ഥയിൽ ആ ഒരു മെച്ചോർഡാകുമ്പോൾ നമ്മളങ്ങ് എന്തും തീരുമാനിക്കാമല്ലോ. അങ്ങനെ അതൊക്കെ ഭയങ്കര കർശനമായ നിയമമായിരുന്നു, പ്രോട്ടോക്കോൾ ഉണ്ടായിരുന്നു. ആചാരാനുഷ്ഠാനങ്ങൾ, രാവിലെ 3 മണിക്ക് ഉണരണം, ഇത്ര ഗുരു ഇന്നേ മന്ത്രം ജപിക്കണം, കുളിക്കണം, അങ്ങനെ കുറേ അനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശീലിച്ചു. പക്ഷേ അതൊരു ഈഗോ പെർഫ്യൂമായി മാറി. എന്നിൽ തന്നെ സംഭവിച്ചതാണ് ഒരു അഹംബോധം. ഞാൻ എന്തോ ശ്രേഷ്ഠനാണെന്നും എന്തോ പുണ്യവാളനാണെന്നൊക്കെയുള്ളൊരു തോന്നൽ എനിക്ക് വരാൻ തുടങ്ങി. അതൊരു രോഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നീടാണ് ഓഷോയിലേക്ക് എത്തുന്നത്. അങ്ങനെ യോഗ ഒരു മഹാഗുരു യോഗ പഠിപ്പിച്ചു കുറേ. ഞാനത് മറ്റുള്ളവരെ പഠിപ്പിക്കും. അന്ന് യോഗയുടെ വരവ് വന്നുകൊണ്ടിരിക്കുകയാണ്. യോഗ ലോകത്തിൽ ഇത്രത്തോളം ഫേമസ് അല്ല. ഇവിടെ യോഗ അല്പം യോഗാചാര്യന്മാർ മാത്രമേ ഉള്ളൂ. ഞാൻ ധാരാളം പേര് യോഗമുറ അഭ്യസിപ്പിച്ചിട്ടുണ്ട്. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓഷോയിലെത്തുന്നത്. ഏതോ ഒരു പൂർവ്വജന്മത്തിൽ, എനിക്കറിയില്ല, ഏതോ ഒരു മഹാകാരുണ്യത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഓഷോ സങ്കേതത്തിൽ എത്തിച്ചേരുകയാണ്. ആരുടെയൊക്കെയോ സഹായങ്ങൾ കൊണ്ടും എന്തൊക്കെയോ നമുക്കറിയില്ല, അജ്ഞാത. അത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ അത്ഭുതമാണ്, എങ്ങനെ സംഭവിച്ചു. ആ കാലഘട്ടം അറിയാമല്ലോ, ഓഷോയെക്കുറിച്ച് ആർക്കും വലിയ ധാരണയുള്ളത് തന്നെ അദ്ദേഹം സെക്സിൻ്റെ ഗുരുവാണെന്നും വിവാദ പുരുഷനാണെന്നൊക്കെയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. ഇന്നാണ് കേരളത്തിൽ ഓഷോയെക്കുറിച്ച് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങുന്നത്. അതിൽ കുറച്ച് പേർ ധാരാളം ഈ കേരളത്തിൽ ഓഷോയെ പ്രചരിപ്പിക്കാൻ മുൻകൈയെടുത്ത കുറച്ച് പേരുണ്ട്, വ്യക്തികളുണ്ട്. അദ്ദേഹമാണ് സൈലൻസ് ബുക്സ്, ജോഷി സാറ് ഓഷോ ബുക്സ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത്, അദ്ദേഹം കോഴിക്കോട് സൈലൻസ് ബുക്ക് സ്റ്റാൾ, ധാരാളം ബുക്കുകൾ, അങ്ങനെ ധാരാളം പബ്ലിഷേഴ്സ് കേരളത്തിൽ DC ബുക്കും പല കൂട്ടും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ചെയ്തത് സൈലൻസ് ബുക്സാണ്. ധാരാളം നല്ല ബുക്കുകളൊക്കെ മലയാളത്തിലാക്കി, അത് മലയാളികൾക്ക് വായിച്ച് ആസ്വദിക്കുവാൻ. അങ്ങനെ ആദ്യമായി ഓഷോ ബുക്സ് ഈ മലയാളത്തിൽ പരിചയപ്പെടുത്താൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. യൂട്യൂബ് വന്ന് തുടങ്ങുന്ന സമയത്ത് യാതൊരു സംശയമില്ല, അത് എൻ്റെ ഒരു തുടക്കമായിരുന്നു. കാരണം ആ മഹാഗുരുവിനോട് എൻ്റെ ഗുരുദക്ഷിണയാണ്, വേറൊന്നും ചെയ്യാനില്ലല്ലോ. അദ്ദേഹത്തിനെ പൊഴുത്താനോ പ്രചരിപ്പിക്കാനോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ അഭിലാഷമായിരുന്നു, ധാരാളം പേര് ഇത് അറിയണം, ഈ സത്യം, അതിൻ്റെ വിളംബരമായിരുന്നു. അങ്ങനെ കുറച്ച് പുസ്തകത്തെക്കുറിച്ച് ഞാനും യൂട്യൂബ് ചാനലിൽ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്.
അതനുസരിച്ച് ധാരാളം പേർ എന്നെ വിളിച്ചിട്ടുണ്ട്. കാരണം എല്ലാം എല്ലാവർക്കും അറിയില്ലല്ലോ. എവിടെയല്ലോ മനുഷ്യരുണ്ട്, മലയാളികളുണ്ട്. അപ്പോൾ അവരൊക്കെ ആ ബുക്ക് അവിടെ സൈലൻസിൽ ചോദിച്ച് അവരങ്ങനെ അവരെ ഓൺലൈനിൽ വരുത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നോട് കൃതജ്ഞത കാണിച്ചിട്ടുണ്ട്, ജോഷി സാർ. അപ്പം ഇതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു. അതിൽ മഹാനായ ഓഷോൻ്റെ മെഡിറ്റേഷൻ രീതികൾ, ധ്യാനം, അതിൽ സംഗീതത്തിൻ്റെ സാധ്യത, മ്യൂസിക് ആൻഡ് മെഡിറ്റേഷൻ, സൈലൻസ്. അപ്പോൾ ധ്യാനത്തിൻ്റെ മാതാവാണ് നമ്മളെ മ്യൂസിക്, സംഗീതം. ആ സംഗീതമാണ് നമ്മളെ കൊണ്ടുവന്നത് ഓഷോ മെഡിറ്റേഷൻ. അതാണ് ആവർത്തന വിരസതയില്ലാതെ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ പരിശീലിക്കാം. ഇന്നും അതിനൊരു ആവർത്തന വിരസതയില്ല, കണ്ടീഷനിങ് ഇല്ല. ഇന്നലെ ചെയ്ത പോലെയല്ല ഇന്ന് ചെയ്യുന്നത്. എവറി ഡേ ഡിഫറെൻ്റാണ്. ഓരോ പ്രഭാതം പോലെ, സൂര്യോദയം പോലെ നൂതനമായ രീതിയിലാണ് ചെയ്യുക. അങ്ങനെയാണ് ആ മെഡിറ്റേഷനൊക്കെ ഓഷോ കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വർഷം, 10-35 വർഷം ഏകദേശം ആയിട്ടുണ്ടാവും ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇന്നും നൂതനമാണ്. ഓരോ പ്രഭാതത്തിലും ഒരു നവോന്മേഷമാണ്. അത് ചെയ്യാൻ വേണ്ടി ഉണരുകയാണ് നമ്മൾ. ഏതോ ശക്തി ഉണർത്തുകയാണ്. പക്ഷേ അത് ചെയ്യുമ്പോഴൊരു ആനന്ദമുണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. അതാണ് ഞാൻ ഇവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്, പല സ്ഥലത്തും ക്യാമ്പ് നടത്താറുണ്ട്, ഓഷോ മെഡിറ്റേഷൻ ക്യാമ്പുകൾ. അങ്ങനെ കുറേ കാലം ഞാൻ യോഗ മാസ്റ്ററായിരുന്നു, യോഗാചാര്യനെ എൻ്റെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന യോഗ ആചാര്യനായിട്ടാണ്. അങ്ങനെയാണ് ഓഷോ മെഡിറ്റേഷൻ്റെ സാധ്യത ഞാൻ മനസ്സിലാക്കി. അത് പഠിപ്പിക്കാൻ എളുപ്പമാണ്, കാരണം മറ്റുള്ളവർ സങ്കീർണമില്ല. അത് മ്യൂസിക് സിസ്റ്റം ഉണ്ട്, അത് തെറ്റാനും വഴിയില്ല. ആ സിസ്റ്റം മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഈസി മെത്തഡാണ്. മഹാനായ ഓഷോ പറഞ്ഞിട്ടുണ്ട് 1000 വർഷത്തോളം നിലനിൽക്കും ഈ ടെക്നിക്ക്. ഇനി അത് ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലും ജയിലറുകളിലൊക്കെ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അല്ലേ മനുഷ്യനൊക്കെ സൈക്കോളജി അറിയാമല്ലോ, മെൻ്റലി ഡിസോർഡറാണ്. അവൻ്റെ സ്ട്രെസ്സ്, അവൻ്റെ ഡിപ്രഷൻ, ആൻസൈറ്റി എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. കടമത്സരമല്ലേ, എവിടെ പോയാലും പരസ്പരം പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം ഉള്ളത്. അപ്പോൾ അവിടെ ഈ മെഡിറ്റേഷൻ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. ഒരു ദിവസം ഒരു മണിക്കൂർ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പ്രശ്നത്തിൽ നിന്നും നമുക്ക് മോചനം നേടുവാൻ കഴിയും. അതെൻ്റെ ജീവിത അനുഭവത്തിന് എൻ്റെ പാഠമാണ്. അതുപോലെ തന്നെ കുറച്ച് സുഹൃത്തുക്കൾക്ക് ഞാൻ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു അനുഭവമാണ്. ഇതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതം സംഭവിച്ചു, ഇനി നമ്മുടെ മുന്നിലുള്ളത് മൃത്യുവാണ്, മരണം. അതും നമ്മളെ അജ്ഞാതമാണ്. നമുക്ക് ഗ്യാരണ്ടി ഒന്നും ആരും നൽകില്ല. ഇത്രേ ദിവസം, ഇന്നേ സമയത്ത് ഈ തീരം നമുക്ക് ഒഴിവാക്കേണ്ടി വരും, കടന്നു പോകേണ്ടി വരും. ഇതൊരു സത്യമാണ്. അപ്പോൾ ധ്യാനം പരിശീലിക്കുമ്പോൾ ഈ ഒരു ധാരണ നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ പോകേണ്ടവരാണെന്നും, നമ്മൾ ആരും ഇവിടെ സ്ഥിര താമസക്കാരല്ല. ഇതൊരു യാത്രയാണ്, തീർത്ഥാടനമാണ്. ആ യാത്രയിലുള്ള കൂട്ടുകെട്ടുകളാണ് നമ്മൾ കാണുന്ന സമൂഹവും, നമ്മളെ സുഹൃത്തുക്കളും, ഭാര്യ, മക്കൾ, കുടുംബം, ഗുരുക്കന്മാർ എല്ലാം യാത്രാമധ്യത്തിൽ നമ്മൾ കണ്ടുമുട്ടും. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യാം. കാരണം യാത്ര പറയാൻ പോലും സമയമുണ്ടോ എന്നറിയില്ല. ആ സമയത്ത് ആരും കൂടെ വരികയില്ല. എല്ലാവരും ദൂരെ നിന്ന് കരയും, എപ്പോഴാളും കൊള്ളും എന്നല്ലാതെ കൂടെ ആർക്കും വരാൻ പറ്റുമോ എന്നറിയില്ല. ഇത് വ്യക്തിഗതമാണ്. ആൾക്കൂട്ടമൊന്നും കൂടെ വരില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ മുൻകൂട്ടി ഒരു ധാരണ നല്ലതാണ്. ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് വിട പറയണം. അതിനുവേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് ജീവിതം കൊണ്ട്. ഈ മെഡിറ്റേഷൻ എവറി ഡേ നിങ്ങൾ പരിശീലിക്കുമ്പോൾ മൃത്യുഭയം കുറഞ്ഞു കിട്ടും, മരണഭയം സ്വാഭാവികമായി അത് കുറഞ്ഞു കിട്ടും. അതൊരു നാച്ചുറൽ പ്രോസസ്സായി അംഗീകരിക്കാൻ പറ്റും, അത് അനുഭവിക്കാൻ പറ്റും. അത് നമ്മുടെ ജീവിതത്തിൽ ഫീൽ ചെയ്യും. നമ്മൾ ഈ തീരത്ത് അപ്പോൾ ഓരോ നിമിഷത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. ഓരോ ഡേയും ഓരോ പ്രഭാതവും വളരെ വാല്യൂ ഉള്ളതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയമൊന്നും പാഴാവില്ല. എപ്പോഴും ക്രിയാത്മകമായി ചിന്തിച്ചും പ്രവർത്തിച്ചും മുന്നോട്ട് പോകാനുള്ളൊരു ത്വര സ്വാഭാവികമായി നമ്മൾ സംഭവിക്കും. പിന്നെ നമ്മുടെ ദുശ്ശീലങ്ങൾ നമുക്കെല്ലാം അറിയാം. എല്ലാവർക്കും ഓരോ വൈകൃതങ്ങളും വൈകല്യങ്ങളൊക്കെ ഉണ്ടാവും, ശീലങ്ങളുണ്ടാവും, നമ്മളറിയാതെ. അതിനൊക്കെ ഒരു നിയന്ത്രണം സ്വാഭാവികമായി വന്നു ചേരും. നമ്മളതിനെ അടിച്ചമർത്തേണ്ട. ഓഷോ പറയുന്നുണ്ട്, എല്ലാ ശീലങ്ങളെയും സ്ലോലി അതിൽ നിന്ന് മുക്തി നേടുക. അതിന് മെഡിറ്റേഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ അതിൽ നിന്ന് മുക്തി നേടാൻ പറ്റൂ. അതിനെക്കൊണ്ട് പറഞ്ഞുകൊണ്ടോ നമ്മൾ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ടൊന്നുമില്ല. അത് പിന്നെ മൈൻഡല്ലേ. അതുകൊണ്ട് മെഡിറ്റേഷൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ശീലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സ്ലോലി മുക്തി നേടാൻ പറ്റും, അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ധാരാളം പ്രോബ്ലം ഉള്ള ആൾക്കാരുണ്ട്. ഉറക്കില്ലാത്തവരുണ്ട്,
ഭയം, അതായത് ഒരു പ്രവൃത്തി പോലും ഒരാളെ മുമ്പിൽ പോലും ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത എത്രയോ പേരുണ്ട്. ഇൻഫീരിയറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം, പെർഫോം ചെയ്യാൻ എത്രയോ വലിയ കലാകാരന്മാർ പോലും ഉണ്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ. എത്രയോ കഴിവുള്ളവരുണ്ട്, പക്ഷേ അവർക്ക് വേദിയിലേക്ക് വരാൻ പറ്റുന്നില്ല. ആ അടിച്ച് എവിടെയോ ഉള്ളൊരു ബ്ലോക്കാണ്. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള സർഗാത്മകത, നിങ്ങളുടെ വ്യക്തിത്വം അത് പ്രകാശിക്കാൻ തുടങ്ങും, പുഷ്പിക്കാൻ തുടങ്ങും. അതിൽ നിന്നും കാരുണ്യമാകുന്ന സൗരഭ്യം, സ്നേഹം, കാരുണ്യമൊക്കെ സ്വാഭാവികമായി നിങ്ങളിൽ നിന്നും പ്രസരിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിന് ഒരിക്കലും ദ്രോഹം ചെയ്യില്ല. ഒരു ജീവിനെ അത് ഉപദ്രവിക്കാനുള്ള മനസ്സുണ്ടാകില്ല. എല്ലാവരും സഹജീവികളെല്ലാം തൻ്റെ ജീവന് തുല്യം സ്നേഹിച്ചുകൊണ്ട്, റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട്, സർവ്വചരാചരങ്ങളെയും ആദരിച്ചുകൊണ്ട് മാത്രമേ അങ്ങനെ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അങ്ങനെയുള്ള വ്യക്തികളെയാണ് നമ്മൾ മിസ്റ്റിക് എന്ന് പറയുന്നത്. അവധൂതന്മാർ, ഋഷിമാർ എന്നൊക്കെയാണ് അവരെ നമ്മൾ വിളിക്കുന്നത് ഭാരതത്തിൽ. അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. യേശുദേവൻ, കബീർദാസ്, അത് ഗുരു നാനാക്ക്, മഹാനായ ഓഷോ, ബുദ്ധൻ, നമ്മുടെ മുഹമ്മദ്, ഇവരെല്ലാം തന്നെ. അതുപോലെ തന്നെ സൂഫി ഗുരുക്കന്മാർ ധാരാളമുണ്ട്. ഗുർജീഫ്, ജലാലുദ്ദീൻ റൂമി, അങ്ങനെ പേര് എടുത്ത് പറയാൻ കുറച്ച് വ്യക്തികൾ ഈ ലോകത്തിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഖലീൽ ജിബ്രാൻ പ്രണയത്തിൻ്റെ നാഥനാണ്. അദ്ദേഹത്തിൻ്റെ പ്രണയ ഗീതങ്ങൾ തന്നെ കവിതയാണ്. അതിലൂടെയാണ് അദ്ദേഹത്തിനെ പ്രകാശിപ്പിച്ചത്. അങ്ങനെ ധാരാളം എഴുത്തുകാരുണ്ട്, കവികളുണ്ട്. മിസ്റ്റിക്, അവർക്ക് നമ്മൾ ഈ കാണുന്ന അപ്പുറത്തുനിന്ന് ഒരു അതീതത്തിനൊരു വെളിപാട് പോലെ ഒരു സംഭവം സംഭവിക്കാനുണ്ട്. വെളിപാട്, അതാണ് അനുഗ്രഹം, ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്നത്. സയൻസിന് അത് എന്ത് പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള മിസ്റ്റേക്ക് അവിടെ ആണെങ്കിൽ സാഹിത്യമൊക്കെ ഉണ്ടാകും, ഈ പുതിയ പുതിയ ആർട്ടൊക്കെ ഉണ്ടാക്കുന്നത്. ചിത്രകലയിലാവട്ടെ, സംഗീതത്തിലാവട്ടെ. ഇപ്പം AR റഹ്മാൻ, ഒരു സൂഫി വരില്ല, അദ്ദേഹത്തിന് ആ മ്യൂസിക് അത്ഭുതമാണ്. അദ്ദേഹം അതിനു വേണ്ടി തപസ്സിരിക്കുന്നുണ്ട്, രാത്രി ഉറങ്ങാതെ കാത്തിരിക്കുന്ന പറയുന്നത്. ആ സംഗീതം വരാൻ, സംഭവിക്കാൻ, ഇൻഡ്യൂഷൻ വരാൻ. അങ്ങനെ എല്ലാ മേഖലയിലും ഈ ലോകത്ത് സംഭാവന ചെയ്യുന്ന ധാരാളം, അതിന് ശാസ്ത്ര ലോകത്തുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ, എല്ലാ മേഖലയിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു നമുക്ക് അതീതത്തിൽ നിന്ന് വരുന്ന ഒരു ഗിഫ്റ്റാണ് ഇൻഡ്യൂഷൻ, വെളിപാടെന്ന് പറയുന്നത്. ആ വെളിപാട്, അപ്പം അതിലൂടെ അവിടെ എത്തണമെങ്കിൽ നമ്മൾ ആത്മാവിൻ്റെ ഇരുണ്ട അധ്യായത്തിലൂടെ കടന്നു പോയി. ചില സമയം ഇരുട്ട്, ചില സമയം ആടി ഉലയ്ക്കും. നമ്മൾ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ വേട്ടയാടും. അതിൽ നിന്നൊക്കെ അതിജീവിച്ച് നമ്മൾ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ മുന്നോട്ട് പോകാനുള്ള ആത്മബലം നമുക്കുണ്ടായിരിക്കണം. അവിടെയാണ് ഗുരു ഒരു വഴികാട്ടി, ഒരു സമർപ്പണം. ആ ഗുരുവിന് സമർപ്പിക്കുക എന്നുള്ളതാണ് സന്യാസം എന്ന് പറയുന്നത്. അത് ഓഷോൻ്റെ സന്യാസം വളരെ ലളിതമാണ്. കാരണം ഞാൻ ഈ കുറേ പേരുടെ സന്യാസം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും മഹാനായ ഓഷോൻ്റെ സന്യാസത്തിന് യാതൊരു നിബന്ധനകളുമില്ല, ഒരു കണ്ടീഷൻസും ഇല്ല. ഏത് സമയത്ത് വേണമെങ്കിൽ വലിച്ചെറിയാം. ഓഷോന് പ്രണയിക്കുക എന്നുള്ളതാണ്. സമർപ്പണ ഭാവത്തിൽ ആ മഹാഗുരുവിനെ സ്മരിക്കലല്ല, ആ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് സ്മരണയാണ്. ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതി, നോ മൈൻഡ്, അതായത് സൈലൻസ്, ഒരു ഉള്ളിലൊരു ആനന്ദം, ഒരു ജ്ഞാനം നമുക്ക് സ്വയം തന്നെ നമുക്ക് വെളിവായി കിട്ടും. ചില കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള സംശയങ്ങളൊക്കെ സ്വയം തന്നെ ഉള്ളുന്ന് സ്വയം അറിയും നമ്മൾ. അങ്ങനെ ഒരു തലമുണ്ട്. അങ്ങനെയുള്ള വെളിപാടെന്നാണ് കവികളൊക്കെ അവരുടെ കവിതയൊക്കെ സൃഷ്ടിച്ചെടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് അജ്ഞാതത്തിൽ നിന്നും അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് നമുക്കെല്ലാം വളരുവാൻ കഴിയണം. അതിനു വേണ്ടിയാണ് ധ്യാനം എന്ന് പറയുന്നത്. അതൊരു ഈഗോ പെർഫോമിംഗ് അല്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എന്തോ സംഭവം എന്നാണെന്ന് കാണിക്കാനോ തെളിയിക്കാനോ അല്ല. നമ്മളെ ജീവിതത്തെക്കുറിച്ചിട്ടുള്ളൊരു അവബോധം ഉണ്ടാവുക, അത് മാക്സിമം ഉപയോഗപ്പെടട്ടെ, ആർക്കെങ്കിലും ഉപയോഗപ്പെടട്ടെ. അങ്ങനെ വ്യാസമഹർഷി പറഞ്ഞതുപോലെ കുറച്ചു കാലം ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ എങ്കിലും കുന്തിരിക്ക പന്തം പോലെ ജ്വലിച്ചില്ലാതാവട്ടെ. അങ്ങനെ ഒരു വൃത്തികെട്ട ജീവിതം ജീവിക്കുന്നതിന് അർത്ഥമില്ലല്ലോ. നമ്മൾ കാരണം ആർക്കെങ്കിലും ഗുണകരമായി മാറട്ടെ. ഒരു മെഴുകുതിരി പോലെ, ഒരു ചന്ദനത്തിരി പോലെ, ഒരു പുഷ്പത്തെ പോലെ ചുറ്റുപാടും അതിൻ്റെ പ്രകാശം നൽകിക്കൊണ്ട് ഒരു നാൾ അത് കൊഴിഞ്ഞു പോകും. അതല്ല ജീവിതം. സൃഷ്ടി, സ്ഥിതി, സംഹാരം, 3 പ്രോസസ്സേ ഉള്ളൂ. അപ്പോൾ ജീവിതം മുതൽ സംഭവിച്ചു. ഇനിയിപ്പം അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വാർദ്ധക്യം ഉണ്ടാവട്ടെ. ബോധമുള്ള, ആരോഗ്യമുള്ള, സമൃദ്ധമായ, സമ്പന്നമായ, ആനന്ദകരമായ, അങ്ങനെ ഈ ലോകത്ത് നിന്ന് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി ഗുഡ് ബൈ പറയുവാൻ എല്ലാവർക്കും കഴിയുമാറാകട്ടെ എന്ന് മാത്രം ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്
ഇത്രയും സമയം എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം കൊണ്ടുള്ള നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.